ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ബേസിൻ കൈ കഴുകാൻ ഉപയോഗിക്കുന്ന വാഷ് ബേസിൻ്റെ അവിടുത്തെ ടാപ്പ് കംപ്ലൈൻ്റ് ആയി, അതിൽ വെള്ളം വരുന്നില്ല. അപ്പോൾ അത് മാറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇത് അറിയുന്നവർക്ക് തട്ടിമാറ്റി പോവാം, അറിയാത്തവർക്ക് എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് ഏകദേശം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പല രീതിയിലുള്ള വാഷ് ബേസിൻസ് വരുന്നുണ്ട്. വാഷ് ബേസിൻ്റെ കാലുള്ള ടൈപ്പ്, കാലെന്ന് പറഞ്ഞാൽ പെഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ് പെഡസ്റ്റ് വരുന്നുണ്ട്, ഫുൾ പെഡസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് പെഡസ്റ്റിൻ്റെ ഒരു വാഷ് ബേസിനാണ്. അപ്പോൾ ഇതിൻ്റെ ടാപ്പ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ സ്ക്രൂ, അതിൻ്റെ 2 സ്ക്രൂ ടൈപ്പ് ഉണ്ട്, പല ടൈപ്പുകളും വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വരുന്നത് 2 സ്ക്രൂ ടൈപ്പിൻ്റെയാണ്. ആ സ്ക്രൂ ഉരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കാണുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, ഈ വെള്ളം വരുന്ന ഈ ചെമ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പൈപ്പ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഓസ് ഉണ്ട്, ഫ്ലെക്സിബിൾ ഓസ്. അത് കംപ്ലൈൻ്റ് ആയിട്ട് ദ്രവിച്ച് തവിട് കൂടിയിട്ടിരിക്കണം. കാരണം അതിൽ ഉപ്പൊക്കെ പിടിച്ച് കാൽസ്യം അതൊക്കെ പിടിച്ച് അതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദ്രവിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ അത് ഊരി മാറ്റിയിട്ട് വേണം നമുക്ക് ഈ സിങ്കിൻ്റെ ടാപ്പ് അഴിച്ച് ഊരിയിട്ട് പുതിയത് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല, ഇതായി പോയി, കംപ്ലൈൻ്റ് ആയി മൊത്തം പോയിട്ടുള്ളതാണ്. റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് മുകളിൽ കൂടെ അതിൻ്റെ ഹാൻഡിൽ പൊട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ക്വാളിറ്റിയുടെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ലോക്കൽ വരുന്നതിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായെന്ന് വരില്ല. അപ്പോൾ നമ്മളത് അഴിച്ച് മാറ്റണം. അപ്പോൾ ഇതുമേ എങ്ങനെയാ വെച്ചാൽ ഒരു ആംഗിൾ വാൽവ് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ വാൽവ് എന്ന് പറഞ്ഞാൽ ഭിത്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന പൈപ്പിൻ്റെ അത് ഇതിലേക്ക് ഫ്ലെക്സിബിളോസ് കണക്ഷൻ കൊടുക്കാനായിട്ട് വരുന്നൊരു ഇതിനെയാണ് ആംഗിൾ വാൽവ് എന്ന് പറഞ്ഞ്. അതുമ്മേ ആ ആംഗിൾ വാൽവുമ്മേ ഈ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് റേഡിയസർ ഇട്ടിട്ടാണ്. അത് 3/8 ഒരു ഫ്ലെക്സിബിളോസാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ ആംഗിൾ വാൽവുമ്മേ ഒരു സോക്കറ്റ് ഇട്ട് അതുമ്മേ 3/8 ഒരു ബിറ്റ് ഇട്ടിട്ട് നമ്മൾ അതുമ്മേ ഫ്ലെക്സിബിളോസ് ആദ്യം കണക്ട് ചെയ്ത് തരുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3/8 അല്ല 1/2 ഇഞ്ചിൻ്റെയാണ് ഫ്ലെക്സിബിളോസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ ഊരിയെടുക്കണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിത് കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോ കാരണം ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കത് പതുക്കെ നോക്കി കാണാവുന്നതുള്ളൂ. അത് സ്ലോവിൽ അറിയുന്ന താല്പര്യമുള്ളവർക്ക് സ്ലോവിലും കണ്ടാലും അറിയാം. അപ്പോൾ ഇത് സത്യത്തിൽ ഒരുവിധ ആളുകൾക്കൊക്കെ ചെയ്യാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ ആ സാധനം ഊരിയെടുത്തപ്പോൾ അതിൽ കാണണത് എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിൾ വാലിൻ്റെ ഉള്ളിൽ മൊത്തം കച്ചറ കയറി അടഞ്ഞിരിക്കുകയാണ്. കാരണം വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. ആ തുരുമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ ഫ്ലെക്സിബിളോസും അതിൻ്റെ ഇരുമ്പിൻ്റെ സാധനമായ കാരണം ഇരുമ്പ് വെള്ളത്തിൽ തുരുമ്പ് പിടിച്ചിട്ട് മൊത്തം അടഞ്ഞു പോയി. അങ്ങനെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആംഗിൾ വാൽവൊക്കെ ഓപ്പൺ ചെയ്ത് വെള്ളമൊക്കെ ഫാസ്റ്റായിട്ട് തുറന്നു വിട്ടിട്ടോ. അത് കഴിഞ്ഞാൽ പഴയ മിക്സറിൻ്റെ സാധനം ഊരിയെടുക്കണം. അപ്പോൾ ഈ ടൈപ്പിലുള്ള മിക്സറാണ്. 2-3 ടൈപ്പൊക്കെ വരുന്നുണ്ട്. പല ടൈപ്പ് വരുന്നുണ്ട്. വലിയ ത്രെഡുകൾ വരുന്നുണ്ട്, ഈ രീതിയിലുള്ള ത്രെഡുകൾ വരുന്നുണ്ട്. മിക്സർ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ്, പിന്നെ 2 ലെഗുള്ളത് വരുന്നുണ്ട്. പല ടൈപ്പ് നമ്മുടെ മാർക്കറ്റുകളിൽ മേടിക്കാൻ കിട്ടും. പലരും പല രീതിയിലായിരിക്കും മേടിച്ച് റേറ്റിൻ്റെ ഇതനുസരിച്ച് നമ്മൾ അത് ഓരോരുത്തർ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഈ രീതിയിലാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഊരിയെടുത്ത് ഫ്ലെക്സിബിളോസൊക്കെ ഊരിയെടുത്ത് പൊട്ടിച്ചെടുത്ത് ഊരി ഞാൻ പുറത്തേക്ക് എടുത്ത് മിക്സറൊക്കെ എടുത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും, കുറച്ച് ടെക്നിക്കൽ നോളേജ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഊരിയെടുത്ത് നോക്കിയപ്പോൾ നമ്മൾ പുതിയ സാധനം എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യുക, ഈ ഓസ് ഉണ്ടല്ലോ ഫ്ലെക്സിബിളോസ് ഫിറ്റ് ചെയ്യുന്ന രംഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് 2 തുള വരുന്നുണ്ട്. അത് ത്രെഡുള്ള തുളയാണ് 2 എണ്ണം. അതിൽ മാത്രമേ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു തുള കാണുന്നുണ്ട്, അത് പിന്നെ ചെറിയ തുളയാണ്, അതിൽ ഇത് കയറില്ല. അപ്പോൾ ഈ ടൈപ്പുള്ള തുള അവിടെ കാണുമ്പോൾ അതിൽ ഇത് 2 ആദ്യം തന്നെ ഫ്ലെക്സിബിളോസ് ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതുമേ 2 നല്ല രീതിയിൽ മീഡിയം സൈസിൽ നമ്മൾ ഫിക്സ് ചെയ്യണം. അതിന് ശേഷം അതിനൊരു റിങ് വരുന്നുണ്ട്, റിങ് വരുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ. അത് ഈ മിക്സറിൻ്റെ അടിയിൽ ഒരു ഗ്യാപ്പ് പോലെ റൗണ്ട് കാണാം, അതിൽ വെച്ചിട്ട് നമ്മൾ വയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിനാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് കറക്റ്റ് ടൈറ്റായി കിട്ടാനായിട്ട്. ഇത് സെറാമിക്കിൻ്റെ വാഷ് ബേസിനാണല്ലോ. അപ്പോൾ അതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റബ്ബറും വയ്ക്കണത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങാനും കൈ കഴുകണ സമയത്ത് ഈ സിങ്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം വീണാൽ തന്നെ ഈ നമ്മൾ ഫിക്സ് ചെയ്ത മിക്സറിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പുറത്തേക്ക് താഴത്തേക്ക് വീഴാൻ പാടില്ല. അതിനൊരു ലോക്കായിട്ടാണ് അതിന് ഈ റിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഈ തുളയെ കൂടെ മിക്സറിൻ്റെ 2 ഓസുകളും ഉള്ളിലേക്ക് ഇറക്കി വിട്ടിട്ട്
അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി അടിയിലാണ് അതിൻ്റെ കലാകാരമായിട്ടുള്ള പരിപാടി നടക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് സാധാരണ പുതിയൊരു വാഷ് ബേസിൻ വയ്ക്കുമ്പോൾ നമുക്കത് പുറത്തുനിന്ന് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇരിക്കുന്ന ഒരു വാഷ് ബേസിനാകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ലെഗുള്ള ത്രെഡ് ലെഗുള്ള ഇതാണ് മിക്സറാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു 10-15 നെട്ടാണ്, 10ൻ്റെ നെട്ടാണ്. 10-15 എന്ന് വെച്ചാൽ ഒരു തല 10ൻ്റെ നെട്ടാണ്. ആ 2 നെട്ട് ഞാൻ അത് നല്ല രീതിയിൽ അത് ടൈറ്റ് ചെയ്യണം. നമ്മളൊരു കാരണവശാലും ഇതിൻ്റെ ഈ മിക്സറിൻ്റെ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോൾ ഒരു കാരണവശാലും അത് ലൂസായി വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സിലിക്കോൺ ഇത് ഫിറ്റ് ചെയ്യാനുള്ള മുന്നേ അതിൻ്റെ ബ്ലാക്ക് റിങ് പറഞ്ഞല്ലോ, അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സിലിക്കോൺ കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സേഫ്റ്റി ആവും. പക്ഷേ ഞാനിതിന് വെച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാപ്പൊന്നുമില്ല. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ എന്താ സാധനം വെച്ചെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് മങ്കി പ്ലെയറോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പ്ലെയർ സാധാരണ പ്ലെയറോ നോസ് പ്ലെയറോ കട്ടിങ് പ്ലെയറോ എന്തെങ്കിലുമൊക്കെ വിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യണം ആദ്യമൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എന്താ സ്പാൻഡർ ഉണ്ടെങ്കിൽ ആ സ്പാൻഡർ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. നമ്മുടെ യുക്തിപൂർവ്വം. സാധാരണ പുതിയ ആളാണെങ്കിൽ സത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ മങ്കി പ്ലെയറോ അല്ലെങ്കിൽ പ്ലെയറോ എന്തെങ്കിലും കാര്യങ്ങൾ സ്പാൻഡർ വേണമെന്നില്ല എന്ത് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൈകൊണ്ട് പിടിച്ചു നോക്കി അത് ലൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് വീണ്ടും ടൈറ്റ് ചെയ്യാം. ഒരു പുതിയ ആളാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ആക്കി 2 ആൾ കൂടിയിട്ട് ചെയ്യാം. ഒരാൾ മുകളിൽ അത് കൈകൊണ്ട് പിടിക്കാം, അതിനുശേഷം അടിയിൽ ഒരാൾ ഇരുന്നിട്ട് അതൊക്കെ ടൈറ്റ് ചെയ്ത് സൂക്ഷിച്ച് ചെയ്യാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. വേറെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും ഇല്ല. കുറച്ച് ടെക്നിക്കൽ നോളേജ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയുള്ളൂ. പ്ലംബിങ് ആയാലും ഇലക്ട്രിക്കലായാലും എല്ലാ കാര്യങ്ങളായാലും. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനത് നല്ല രീതിയിലൊക്കെ ടൈറ്റ് ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2 ഫ്ലെക്സിബിളോസിൽ ഒരെണ്ണം റൈറ്റ് സൈഡിലും ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ, അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ തണുത്ത വെള്ളം, ലെഫ്റ്റ് സൈഡിൽ ചൂടുവെള്ളത്തിൻ്റെ ഓസാണ് ശരിക്ക് നിയമപ്രകാരം വരണത്. എന്നുവെച്ചാൽ പ്ലംബിങ്ങിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള നമ്മളുടെ വാഷ് ബേസിൻ്റെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഓസ് റൈറ്റ് സൈഡിലുള്ള ആംഗിൾ വാൽവിൽ 1/2 ഇഞ്ചിൻ്റെ ആംഗിൾ വാൽവിൽ നമ്മൾ ഈ ഫിക്സ് ചെയ്യണം. അത് ലെഫ്റ്റ് സൈഡിലുള്ള ഓസ് ലെഫ്റ്റ് സൈഡിലുള്ള ആംഗിൾ വാൽവിലും നമ്മൾ ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ആംഗിൾ വാൽവ് 2 നല്ല രീതിയിൽ ഫിക്സ് ചെയ്തിട്ട് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരണാളെ മുന്നേ നമ്മൾ ഇതിൻ്റെ ഈ മിക്സർ ഉണ്ടല്ലോ, മിക്സറിൻ്റെ ഈ നമ്മൾ വെള്ളം വരുന്ന ഭാഗത്തായിട്ട് അതിനൊരു ഫിൽറ്റർ പോലെ ഒരു സാധനം ഉണ്ടാവും. ആ ഫിൽറ്ററിൻ്റെ അത് നമ്മൾ തീർച്ചയായിട്ടും എടുത്ത് ഊരി മാറ്റി വെച്ചിട്ട് വേണം. അത് ഊരി മാറ്റി വെക്കണം. അത് ഊരി മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മൾ ഇത്രയും നമ്മൾ പണിയെടുക്കുന്നതിനിടയിൽ ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും കച്ചറകൾ ഉണ്ടെങ്കിൽ ഈ മിക്സറിൻ്റെ അടിയിൽ വന്ന് അത് അടിയും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ വെള്ളം വരില്ല. വെള്ളം വരാണ്ടാകുമ്പോൾ നമ്മൾ ടെൻഷനാവും, ഇതെന്താ വെള്ളം വരാത്തതെന്ന്. അപ്പോൾ രണ്ടാമത് നമ്മൾ ഈ ഫിറ്റ് ചെയ്തൊക്കെ അഴിച്ചു വരേണ്ടി വരും. അപ്പോൾ ഇത് ഊരി വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്കിന് നമുക്ക് അറിയാൻ പറ്റും ഇത് ഫിറ്റിങ്സിൻ്റെ പ്രോബ്ലം ആണോ അതോ വെള്ളം അവിടെ വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ നമുക്ക് അറിയാൻ പറ്റും. സാധാരണ അങ്ങനെയാണ് ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്യുക. കാരണം ആദ്യത്തെ ഒരു വെള്ളം വരുമ്പോൾ അതിൽ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളത് തീർച്ചയായിട്ടും അത് നമ്മൾ സ്റ്റൈനർ എന്നാണ് അതിന് പറയണത്. ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരാൻ ചില ആൾക്കാർക്ക് സ്റ്റൈനർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഫിൽറ്റർ എന്ന് പറഞ്ഞോളൂ കേട്ടോ, അതിൻ്റെ മുന്നിലുള്ള സാധനം ഈ മിക്സറിൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ അത് ഊരി വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്. ഫ്ലെക്സിബിളോസ് അപ്പോൾ ഞാനത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലൊക്കെ ടൈറ്റ് ചെയ്ത് സെറ്റപ്പാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് നമ്മൾ ഈ ഒറ്റ വട്ടം ഇതിന് ഈ ഫെഡസ്റ്റായ കാരണം ഫെഡസ്റ്റിൽ നമ്മൾ ഒരു വട്ടം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അത് തുറക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ലീക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് 2 ഫ്ലെക്സിബിളേഴ്സ് ഫിറ്റ് ചെയ്തു. ഞാൻ 2ൻ്റെ ആംഗിൾ പോലൊക്കെ തുറന്നു. ഈ പറഞ്ഞ പോലെ ഫിൽറ്ററിൻ്റെ മോൾ ഭാഗം ആ സാധനം ഞാൻ ഊരിയെടുത്തുണ്ടോ ഫിൽറ്റർ ഊരിയെടുത്ത് ഞാൻ മാറ്റി വെച്ച് ആംഗിൾ വാൽവ് തുറന്ന് സെറ്റപ്പാക്കി നോക്കിയപ്പോൾ നല്ല രീതിയിൽ വെള്ളമൊക്കെ വരുന്നുണ്ട്. വെള്ളത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ വെള്ളമൊക്കെ ചാടി സെറ്റപ്പായി വന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഈ ഇന്നത്തെ ഈ പ്ലംബിങ്ങിൻ്റെ അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയാൻ പറ്റുന്ന മനസ്സിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയെന്നൊരു സംശയമുണ്ട് വീഡിയോയുടെ. അതിപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണിക്കണമെങ്കിൽ അത് പിന്നെ അങ്ങനെ ചെയ്യാണ്ട പറ്റില്ലല്ലോ. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നല്ല കുഴപ്പമൊന്നുമില്ല. ഇത് പല ടൈപ്പിലുള്ള മിക്സറും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അത് പല രീതിയിലായിരിക്കും പലരും പറയുക. അത് സംഭവം ചെയ്യുക ഈ ഫിറ്റിങ്ങിനെ പറ്റി ചിലവർ വേറെ രീതിയിൽ പറയും, ഈ ഫിറ്റിങ്ങിനെ പറ്റിയിട്ട് ചിലവർ വേറെ രീതിയിൽ പറയും. അപ്പം ഞാൻ അതൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫെഡസ്റ്റ് ഞാൻ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്.
അത് ഈ രീതിയിലാണ് ഫിറ്റ് ചെയ്യാൻ പറ്റുക. അത് കുറച്ച് നമ്മൾ സിലിക്കോൺ എന്തെങ്കിലുമൊക്കെ വച്ചിരിക്കണം. ജസ്റ്റ് സ്ക്രൂമ മാത്രം നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. അത് ഫുൾ സിലിക്കോൺ വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ഉള്ള കാരണം ഞാൻ കുറച്ച് സിലിക്കോൺ അങ്ങനെ അതിന്മേൽ തേച്ചിട്ട് ഞാൻ അതിന്മേൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇത് കംപ്ലൈൻറ്റ് ബ്ലോക്കൊക്കെ വരാനുള്ളതാണ്. വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇവിടെ നമ്മളത് അത്ര രീതിയിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സംഭവം ഇത് കുറച്ച് സിലിക്കോൺ തേച്ചാൽ നല്ല രീതിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. എൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങൾക്കും കൂടി ഒരു അറിവായിക്കോട്ടെ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം കേട്ടോ. മറക്കാതെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് തരണം. എന്നിൽ നിന്ന് കഴിയാവുന്ന രീതിയിലുള്ള ഡ്യൂട്ടി സമയത്താണ് ചെയ്യുന്നത്. ഒരുവിധ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അറിയുന്ന രീതിയിലും മനസ്സിലാക്കുന്ന രീതിയിലും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരു അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ ഇതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇലക്ട്രിക്കലായിട്ടും പ്ലംബിംഗ് ആയിട്ടും എല്ലാതായിട്ടും. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇട്ടോളൂ. ധൈര്യമായിട്ട് കമൻറ്റ് ഇടാം. ചീത്ത പറയുകയാണെങ്കിലും നല്ലത് പറയുകയാണെങ്കിലും കമൻറ്റൊക്കെ ധൈര്യമായിട്ട് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന സമയത്ത് നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ബൈ.